വളരെ വിഷമത്തോടും പുച്ഛത്തോടുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. വളരെ വിഷമമുണ്ട്. ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സത്യം പറഞ്ഞ വായിക്കുന്നത് തന്നെ. പത്തനംതിട്ടയിൽ ഇലവത്തൂർ നടന്ന ഒരു കാര്യം. 62 പേര് കൂടെ ചേർന്ന് 5 വർഷമായിട്ട് ഒരു പിഞ്ച് കുഞ്ഞിനെ പിച്ച് ചീന്തിയില്ലേടാ. നാണം ഉണ്ടോ? ഇത് സത്യം പറഞ്ഞടേ. ഞാൻ ആദ്യം കേൾക്കണമെന്നറിയോ, പണ്ടൊക്കെ നേരത്തെ യു പിയിലും നോർത്തിലൊക്കെ നടക്കണ കാര്യമാണ് ഇപ്പൊ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്. എന്തോന്നാണ് നടക്കണത്? നമ്മുടെ നാട്ടിൽ എന്തോ നടക്കണേ? തൊലി ഉരിങ്ങി പോകണം, നാണം കെട്ട് നടക്കുകയാണ്. എന്തോന്ന് അവസ്ഥയാണ് എടാ. 64 പേര്, അതും 5 വർഷമായിട്ട്. ഇതിനൊക്കെ തുടക്കമായിട്ട് ഒരു പയ്യനുണ്ട്, സുബിൻ, 24 വയസ്സ്. ഇപ്പോ ആ 24 വയസ്സുള്ള സുബിൻ, ഈ പെൺകുട്ടിക്ക് 13 വയസ്സ് ആ സമയത്ത്. ഇപ്പൊ 24 വയസ്സുള്ള സുബിന് ആ സമയത്ത് 19 വയസ്സ്. 19ഉം 13 വയസ്സായ പെൺകുട്ടിക്ക് 13ഉം സുബിന് 19 വയസ്സ്. ഇവർ രണ്ടും കൂടെ പ്രണയത്തിലാവുന്നു. ഈ പ്രണയം മൂർച്ഛിച്ചങ്ങ് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റുകൾ അയക്കുന്നു, വീഡിയോസ് അയക്കുന്നു, എല്ലാം ചെയ്യുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 16-ാം വയസ്സ്, പെൺകുട്ടിയുടെ 16-ാം വയസ്സിൽ ഇവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോ ഈ സുബിൻ, ഈ മൈരൻ, അവൻ അതിനെ വീഡിയോ ആക്കി വെച്ച് തൻ്റെ ഫ്രണ്ട്സിൽ ഇവൻ കൊണ്ട് കാണിച്ചു കൊടുത്ത്. ഈ ഫ്രണ്ട്സ് എന്ത് ചെയ്യാന്നറിയാവോ? ഈ വീഡിയോ എടുത്ത് അയച്ച് അവക്ക് കൊടുത്ത് ഇവളെ മാനസികമായി ചൂഷണം ചെയ്ത് ശാരീരികമായി പീഡിപ്പിച്ച്. ഇങ്ങനെ ഓരോ പയ്യന്മാരായിട്ട് ഇത് അറിഞ്ഞ് 65 പേരാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്, ബലാത്സംഗം ചെയ്തത്. ഇവളെ ബലാത്സംഗവും ചെയ്തിട്ടുണ്ട് പയ്യന്മാരെല്ലാം കൂടെ നിന്നിട്ട്. എന്തോന്നാണ് നമ്മുടെ നാട്ടിൽ നടക്കണത്? എന്തോന്ന് അവസ്ഥയാണ്? എന്തോന്ന് നിയമമുണ്ട്? നിയമത്തെ പേടിയുണ്ടെങ്കിൽ ഈ തന്തയില്ലാത്ത പണി ചെയ്യോ ഇവന്മാര്? നമ്മുടെ നാട്ടിലത്തെ നിയമം മാറണം. ഇത് കാണുന്ന ഒരു സാർമാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിയമമൊക്കെ ഒന്ന് മാറ്റി എഴുത്. ഈ മൈരി പരിപാടി ചെയ്യണവന്മാരുടെ വെട്ടിക്കള. അല്ലെങ്കിൽ എന്ത് പറയാനാണ്? ഇത് വെട്ടിക്കള, അല്ലെങ്കിൽ ഇമ്മ തല വെട്ടിക്കള. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാരെ, ഈ ബലാത്സംഗവും ഇങ്ങനെ ചെയ്യണവന്മാരെ തല വെട്ടിക്കള. അങ്ങനത്തെ ഒരു നിയമം വരട്ട്. ആ നിയമം വന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ചെയ്യാൻ മടിക്കൂലേ? ഇത് എന്ത് ചെയ്യും? ഇതൊക്കെ ചെയ്താലും ഒരു 3-4 വർഷം കൊണ്ട് ജയിലിലിടും. അവന്മാർക്ക് നല്ല പോലെ തീറ്റയും കൊടുത്തിട്ട് 4 ദിവസം അവന്മാർ വീണ്ടും ഇറങ്ങി ബലാത്സംഗവും പോസ്കോവും ചെയ്ത് നടക്കും. ഇതല്ല നമ്മുടെ നാട്. എന്നും മാറോടെ നാട്, എന്നും മാറും, എന്നും മാറ്റം വരും. 2025 ഈ നിയമത്തെങ്കിലും ഒരു മാറ്റം വരുത്ത്. അല്ല എന്തുവാ പറയാ? എടാ, ഞാൻ പെണ്ണുങ്ങളെടുത്ത് ആണുങ്ങളെടുത്തും പറയണേ, എടാ നിങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ നിൽക്കണമെങ്കിൽ നല്ലതായിട്ട് നില്ല്. ഇതുപോലത്തെ മൈര് പരിപാടിക്കൊന്നും നിൽക്കരുത്. പിന്നെ ഞാൻ റിലേഷൻഷിപ്പിലിരിക്കുന്ന ആണിൻ്റെ അടുത്തും പെണ്ണിൻ്റെ അടുത്തും പറയാം, ഈ വീഡിയോ ഈ റെക്കോർഡ് ചെയ്യുന്ന പരിപാടി നിങ്ങൾ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് തോന്നും ആ ഒരു സംഭവം നിങ്ങൾ ഒരു ഷൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. പക്ഷെ ഒരിക്കലും നിൽക്കുന്ന പാർട്ട്ണറിൽ അനുവദിക്കരുത്. പെണ്ണുങ്ങൾ ഇത് ചെയ്യല്ലടേ. ഇതൊക്കെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ലൈഫ് ഇല്ലാണ്ടാവും. മനസ്സിലാക്ക്. എടാ, ഞാൻ ആണുങ്ങളടുത്ത് പറയാനുള്ളത്, ഈ സാധനവും ഒക്കെ ഒരു ചതയാണെന്നൊരു ബോധം നീയൊക്കെ മനസ്സിലാക്കടേ. എന്തോന്നടേ നീയൊക്കെ ചാടുന്നത്? കുറെ പെണ്ണുങ്ങളെ കളിക്കണം എന്നൊരു അങ്ങനെ ഒരു മൂടി നടക്കുന്ന കുറെ പയ്യന്മാരെ എനിക്കറിയാം. ആ ഒരു മൈൻഡിൽ നിൽക്കുന്ന പയ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് മനസ്സിലാവല്ല. ആരെ കണ്ടാലും കുതിര കയറുന്ന കുറെ പെണ്ണുങ്ങളും പയ്യന്മാരും ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ഇതൊക്കെയാണ് അവസ്ഥ. നിന്റെയൊക്കെ ലൈഫ് ഇല്ലാണ്ടായി നീ തന്നെ നശിച്ചു പോകും. നിന്റെ കുടുംബം നശിച്ചോളും. നിന്റെ പപ്പയും അമ്മയും നിങ്ങളുടെ ഫാമിലിയൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇനി ആ പെൺകുട്ടിയുടെ ഫാമിലി, അവളുടെ പപ്പ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ആ പെൺകുട്ടിയെ വളർത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി അവരുടെ ഫാമിലി എന്തായി? അവരുടെ ലൈഫ് എന്തായി? എല്ലാം പോയില്ലേ?